കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും രാഗത്തിലൊരു സിനിമയ്ക്ക് കയറുന്നത്. ഭയങ്കര നൊസ്റ്റാൾജിയ ഈ കറങ്ങിയിട്ടുള്ള കോണി കാണുമ്പോൾ. കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും രാഗത്തിൽ. കുറേ കാലങ്ങൾക്ക് ശേഷം സിറ്റി സെൻട്രലിലേക്ക് പോകാൻ കേട്ടോ. പണ്ട് നടന്ന അതേ വഴികളിൽ കൂടിയാണ് ഇപ്പോൾ യാത്ര. പണ്ട് എങ്ങനെ ഇരുന്ന മാളെന്നറിയും, ആകെ ശോഷിച്ചു. ഇതിനുള്ളിൽ തേങ്ങയില്ലട്ടാ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ആകെ ഉണങ്ങി. മരൊക്കെ പോയില്ലോ, മൊത്തത്തിലൊന്ന് പ്രശ്നം വെപ്പിക്കാറുണ്ട്. നല്ല ഉഷാറ് കളി അവിടെ. എന്ത് കളിയാന്ന് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് ഈ ചീട്ട് കളി കാര്യമായിട്ട് അറിയില്ല. ഈ റമ്മി 16, 56 അങ്ങനെ എന്തൊക്കെ കളിയില്ലേ, എനിക്കതൊന്നും അറിയില്ല. എന്തായാലും നല്ല വാറ് കളിയാണ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം രാഗത്തുനിന്ന് സിനിമ കാണുമ്പോഴല്ലോ, ആ കർട്ടൻ പൊങ്ങുമ്പോഴുള്ളൊരു മ്യൂസിക് ഉണ്ടല്ലോ, ആ ഒരു സാധനം, അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ സാധനങ്ങളാണ്. പക്ഷേ ഒരു ഊള ഓഡിയൻസ്, പ്രേതം വരുമ്പോഴൊക്കെ കയ്യടിയും വിസിലടിയൊക്കെ, ആ വൃത്തിയായിട്ട ഓഡിയൻസ്. തൃശ്ശൂരിൻ്റെ നൊസ്റ്റാൾജിക് സാധനങ്ങളിൽ പെട്ടവരുണ്ടാണ് രാഗം തിയേറ്റർ കേട്ടോ. രാഗം തിയേറ്റർ, ഭാരത് റെസ്റ്റോറൻറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ. എനിക്ക് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ കുറേ കാലം സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ടൗണാണ് തൃശ്ശൂർ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ വന്നതിന് ശേഷം ഒരു 15 കൊല്ലം എല്ലാ ദിവസവും ഞാനിവിടെ തൃശ്ശൂർ വരാറുണ്ട്. അപ്പോൾ എന്താ ഈ തൃശ്ശൂരിൽ ഇത്ര ഇഷ്ടമുള്ള സാധനങ്ങൾ, ഇത്ര അട്രാക്റ്റ് ചെയ്യണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് തൃശ്ശൂർ. അതായത് ഈ വെടിക്കെട്ടിനെതിരല്ല കേട്ടോ ഞാൻ. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത്രയും ഹോസ്പിറ്റലുകളൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട്, ഹാർട്ട് ഹോസ്പിറ്റൽ അടക്കം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ ഗംഭീര വെടിക്കെട്ട് നടത്തുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നമ്മൾ ഹോണടിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുക. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ വെടിക്കെട്ടൊക്കെ. അത് വേറെ കാര്യം. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട അങ്ങനെ സ്ഥലങ്ങളോ സംഭവങ്ങളോ അല്ലെങ്കിൽ കുറേ
ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകളോ ഒന്നുമില്ല. പക്ഷെ എന്താണെന്നറിയില്ല, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമാണ്. നമ്മളവിടെ കണ്ടത് മണവാളിനാണ് നമ്മൾ സംശയം കേട്ടോ. മണവാളൻ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായില്ലേ യൂട്യൂബിൽ MMA ഫൈറ്റൊക്കെ ചെയ്തപ്പോൾ മൂപ്പരാണെന്ന് സംശയമുണ്ട്. അപ്പോൾ പതിവ് തൃശ്ശൂർ വ്ളോഗുകൾ പോലെ നമ്മൾ വടക്കുന്നതിന് മുമ്പിൽ ഇവിടെ വെച്ചിട്ടാണ് വ്ളോഗ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ടത് എത്ര പ്രാവശ്യം ഈ തൃശ്ശൂർ കാണുക എൻ്റെ വീഡിയോയിൽ. കാരണം എന്താ വെച്ചാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മടുക്കാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂരിൻ്റെ വീഡിയോകൾ വരുന്നത്. അതൊന്നും വിചാരിക്കരുത്. അപ്പോഴത്തെ വീഡിയോയിൽ കാണാം. ബൈ. ഇതേ വണ്ടി നമ്പറിൽ വേറെ ഫയൽ ഓപ്പൺ ആവും. പിന്നെ അതും ഇതും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. പിന്നെ ആ ജില്ലയിൽ മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂഷൻ അല്ല, വേറെ വണ്ടി